ഇതെടുക്കാനാ ഞാൻ വന്നത്. എല്ലാവരും കൂടി എന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു അയച്ചപ്പോ എന്റെ ഹൃദയം ഞാൻ എടുക്കാൻ മറന്നുപോയി. രാത്രിയിൽ നിങ്ങളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഞാൻ ഈ മഞ്ഞും കൊണ്ട് പുറത്തിരുന്നു. അതെന്റെ മര്യാദ. ഇത്രയും കാലം എനിക്കൊരു അഭയം തന്നതിന് നന്ദി. ഞാൻ ഇറങ്ങുക. കുഞ്ഞിനെടുക്കാൻ ആരാ നിന്നോട് പറഞ്ഞേ? എന്റെ കുഞ്ഞിനെങ്കിത്താ. കുറഞ്ഞതൊരു 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിന്റെ കുഞ്ഞല്ല എന്റെ കുഞ്ഞാണെന്ന്. അതിലും ഏറെ പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, നീ ഉപേക്ഷിച്ചു കളഞ്ഞ് ഈ കുഞ്ഞിനെ എടുത്ത് വളർത്തിയത് ഞാനാണെന്ന്. ഇങ്ങോട്ട് താടി എന്റെ കുഞ്ഞിനെ. എന്റെ കുഞ്ഞിനെ ഞാൻ തരില്ല. നിന്റെ കുഞ്ഞോ? കുഞ്ഞിനെ അങ്ങ് കൊടുത്തിട്ട് മര്യാദക്ക് ഇറങ്ങി പൊയ്ക്കോ, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ അല്ല, നിന്റെ ശവമായിരിക്കും ഇവിടെ വീഴ. അവരുടെ കുഞ്ഞിനെ അങ്ങ് കൊടുക്കടി. തരില്ല ഞാൻ. മൈഥിലി, എന്നെ കൊണ്ട് നീ കടുങ്കൈയൊന്നും ചെയ്യിപ്പിക്കരുത്. ഇനി ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാലേ ഉറപ്പായിട്ട് നിന്നെ ഞാൻ കൊന്നോളയും. ഞങ്ങളുടെ കുഞ്ഞിനെങ്ങി തന്നിട്ട് നീ നിന്റെ വഴിക്ക് പൊടി. നീ എന്ത് മര്യാദകടാ പെണ്ണെ ഈ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നത്? ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? ഞങ്ങളെ കൊണ്ട് കടുങ്കൈ ചെയ്യിപ്പിച്ച് അടങ്ങുന്നത് നിനക്ക് വാശിയാണോ? കുഞ്ഞിനെ ഇഞ്ഞ് കൊടുത്തിട്ട് നീ നിന്റെ വഴിക്ക് പോ, അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത സ്ഥലത്തേക്ക് കാര്യങ്ങൾ പോവും. ആരെന്ത് പറഞ്ഞാലും, ഈ ലോകം തന്നെ കീഴ്മേൽ തകിടം മറിഞ്ഞാലും ഞാൻ എന്റെ കുഞ്ഞിനെ തരില്ല. നീതിയും നിയമവും ഹ്യൂമൻ റൈറ്റ്സും എനിക്ക് അനുകൂല. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? എന്റെ കുഞ്ഞിനെങ്കിൽ തരാൻ വിടും. നിർത്താൻ. കുഞ്ഞിന് വേണ്ടി ആരും തമ്മിൽ തല്ലേണ്ട. മൈഥിലിയും കുഞ്ഞും ഇവിടെ തന്നെ നിൽക്കും. ഇവളും കുഞ്ഞും എങ്ങോട്ടും പോകുന്നില്ല. അമ്മേ, അത് കളിക്കും. പട തുടരും. സമ്മതമല്ലേ മൈഥിലി? മൗനം സമ്മതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുത്തശ്ശി എനിക്ക് സ്നേഹവും ബഹുമാനമാ. മുത്തശ്ശി പറയുന്നത് എന്തും ഞാൻ അംഗീകരിക്കും. ഇതെന്ത് തീരുമാനോ മുത്തശ്ശി? കാർത്തി, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇതെന്റെ തീരുമാനോ. ഈ തീരുമാനമേ ഇവിടെ നടപ്പിലാവൂ. ആരെതിർപ്പ് പ്രകടിപ്പിച്ചാലും ഈ രാജലക്ഷ്മിക്ക് ഒന്നുമില്ല. മൈഥിലി, നീ നിന്റെ മുറിയിലേക്ക് പൊയ്ക്കോ. മീനാക്ഷി കൊച്ചു കരയാതെ. മുത്തശ്ശിഞ്ഞത് തീരുമാനമെടുത്തത് മുത്തച്ഛനും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ മോടെ മുത്തശ്ശിയുടെ തീരുമാനം നെല്ലിക്ക പോലെയാണ്. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. മുത്തച്ഛന്റെ പൊന്നോള് കരയാതെ. മാലതിക്ക് സന്തോഷമായല്ലോ. അതെന്താ എടുത്തി? അല്ല, പോയ കൂട്ടുകാരി തിരികെ വന്നല്ലോ. ഈ വീടൊരു യുദ്ധഭൂമിയായി കാണാനാണല്ലോ മാലതിക്ക് താല്പര്യം. അയ്യോ എടുത്തി, ഞാൻ അവനവന്റെ ശവക്കുഴി അവനവൻ തന്നെ തോണ്ടുകയാണെന്ന കാര്യം നീ മറക്കണ്ട.
ഡിലേ ആക്കരുത്. തക്കം കിട്ടിയ അപ്പ തീർത്തോണം. പഠിപ്പിക്കണ്ട സാറേ, അറിയാം. കുഞ്ഞിനെയും ജയിലിലേക്ക് കൊണ്ടുപോവാണോ? കുഞ്ഞിനെ ജയിലിലേക്കൊന്നും കൊണ്ടുപോകണ്ട മോളെ. കുഞ്ഞിനെ കാണുമ്പോൾ ഒരു പക്ഷേ ജയരാമന് വിഷമമായാലോ? വൈകമോളെ ഞാൻ ആരെ ഏൽപ്പിക്കും മുത്തശ്ശി? കുഞ്ഞിനെ ഞങ്ങൾ നോക്കും. നമ്മള് നോക്കും, അതല്ലല്ലോ അതിന്റെ മര്യാദ. തൽക്കാലം ഒരു അനുനയത്തിൽ കാര്യങ്ങൾ പോണം, ബാക്കി പിറകെ. മൈഥിലി, മൈഥിലി, അവള് വരും. അവള് വരുമ്പോ നീ കുഞ്ഞിനെ അവളെ അങ്ങോട്ട് ഏൽപ്പിക്ക. മുത്തശ്ശി എന്നെ വിളിച്ചോ? ദേ മീനാക്ഷി നിന്നെ തിരക്കുന്നു. ഇവളെന്തിനാ എന്നെ തിരക്കുന്ന? ഞങ്ങൾ ഒരിടം വരെ പോവാ. ദാ കുഞ്ഞ്. മോളെ വാ. അതെ, നീ കുഞ്ഞിനെ അവിടെ ഇവിടെ ഇട്ടിട്ട് മൊബൈൽ ഫോണുമായി നടക്കരുത്. കുഞ്ഞിനെ നോക്കിക്കോണം. ശരി ദൈവമേ. എപ്പോഴും പുലിയാവണ്ട, പൂച്ചയാകാം. എന്നാലേ വിചാരിച്ച കാര്യം നടത്തിയെടുക്കാൻ പറ്റൂ. ഇന്നത് നടപ്പാക്കണം. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മേ. അഴികൾക്കുള്ളിൽ കിടക്കുന്ന അവനെ കാണുമ്പോ എന്റെ ചങ്കു പൊടിയും മോളെ. അതാ ഞാൻ അവനെ കാണാൻ വരാത്തത്. അത് സാരമില്ലമ്മേ, ഞാൻ ജേട്ടനോട് പറഞ്ഞോളാം. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വരാം. ഈ തള്ള എന്തിനെങ്ങനെ മോങ്ങുന്ന? രാജലക്ഷ്മി, താൻ എന്തിനാടോ വിഷമിക്കുന്നേ? ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും കൈമളേട്ടാ? എന്റെ കുഞ്ഞാ ജയിലിൽ കിടന്ന് നരയിക്കുന്ന. താനിങ്ങനെ കരയാതെ. ചില മനുഷ്യർക്ക് ദൈവം വെച്ചിരിക്കുന്ന ദുർവിധികളാ, അനുഭവിക്കാതെ തരവില്ല. എന്നാലും എന്റെ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അവനെ പിടിച്ച് അവരകത്തിട്ടിരിക്കുന്നത്? അതൊക്കെയാണ് ഇവിടുത്തെ നീതി നിയമമൊക്കെ. കാട്ടിൽ വിശപ്പ് കൊണ്ടാണ് ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത്. നാട്ടിലതല്ല, പക, പ്രതികാരം, വിദ്വേഷം. ദൈവസൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അപകടകാരികൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ തന്നെയാ, യാതൊരു സംശയവുമില്ല. ഞാനൊരു ശപിക്കപ്പെട്ട അമ്മയാ. എന്റെ മകനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഏറെ. അവനെ വഴക്കു പറഞ്ഞ് എന്നും ഒരു വിളിപ്പാടകലെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ.
ഓർത്തിട്ട് കുറ്റബോധം കൊണ്ട് എനിക്ക് സഹിക്കുന്നില്ല കൈമളേട്ട. ഒരമ്മയുടെ സ്നേഹം ഞാൻ അവന് കൊടുത്തിട്ടില്ല. എന്താ രാജലക്ഷ്മി നീ ഇങ്ങനെ പറയുന്നത്? നീ അവനെ വഴക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അവനോട് ആഴത്തിൽ സ്നേഹവും വാത്സല്യം കൊണ്ട് മാത്രമായിരിക്കും. നോക്ക്, എത്രയെത്ര കലാപങ്ങളെയാണ് അമ്മമാർ ഒരു ഉമ്മ കൊണ്ട് തീർപ്പാക്കിയിട്ടുള്ളത്. അത് നിനക്കറിയോ? ഏതൊരു മനുഷ്യനും മരണം വരെ ഓർത്തു വെക്കാൻ ഒരൊറ്റ വാത്സല്യം നമ്പരമേ ഉള്ളൂ, അമ്മ നൽകിയൊരു ഉമ്മ. നീ കരയുന്നത് തന്റെ മൂത്ത മകനോടുള്ള വാത്സല്യം കൊണ്ട് മാത്രമാ. നിന്റെ കണ്ണീർ തുള്ളികൾ മകന്റെ ഉള്ളിലേക്ക് പകർന്ന മൃതസഞ്ജീവനിയാണ്. നിന്റെ മകനൊരു ആപത്തും വരില്ല. മോനെ, എന്റെ പൊന്നു മോനെ. എന്താ കരയാതെ? എന്താ ബാബു? ഒന്നുമില്ലെന്നേ. സംസാരിച്ചിരിക്കാതെ പണിയിടണം. നിനക്ക് എന്ത് പറ്റിയടാ ബാബു? എനിക്ക് പറ്റുന്നില്ല സാറേ. പറ്റുന്നില്ലെന്നോ? അതേടെ മുഖത്തേക്ക് നോക്കുമ്പോ എന്റെ കൈ വിറയ്ക്കും സാറേ. കടുവയ്ക്ക് മാൻകുട്ടിയോട് സഹതാപം കൊള്ളാലോ. എന്തോ പ്രശ്നമുണ്ട് സാറേ. പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് തന്നെ നഷ്ടം. ആമ്പിള്ളേരെ ഇന്ന് രാത്രി അവനെ തീർത്തിട്ട് കാശും വാങ്ങി അങ്ങ് പോവും. നീ ഇവിടെ സിമ്പതിയും പറഞ്ഞു നിന്നോ. എടാ, ഇപ്പൊ പറ്റിയ അവസരമാ. നീ അവനെ തീർക്കാൻ നോക്ക്. രാമേട്ടനായിരിക്കും. ആ രാമേട്ടാ, എന്താ സാവിത്രി ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്ത? ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ച് ഈ ഫോണുമായിട്ട് ഒരേ ഇരിപ്പാ. മനഃപൂർവ്വമല്ല രാമേട്ട വിളിക്കാത്തത്. പണത്തിനുള്ള പല വഴികളും പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഒന്നും കയ്യിലേക്ക് വന്നില്ല. ഞാൻ ആകെ തളർന്നിരിക്കുക സാവിത്രി. ഒന്ന് ഉറങ്ങിയിട്ട് പോലും എത്ര ദിവസമായിന്നറിയോ? എനിക്കറിയാം രാമേട്ട, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. അതെ, ബ്ലഡ് മണി കൊടുത്ത് കേസ് തീർപ്പാക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. യുഎഇയിലെ നിയമ കൃത്യസമയത്ത് പണടച്ചില്ലെങ്കിൽ ഞാൻ ജയിലാവും. പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ നിന്നോട് പറയേണ്ടതില്ലല്ലോ. രാമേട്ടൻ വിഷമിക്കാതിരിക്കും. 1-2 രൂപയല്ലല്ലോ വേണ്ടത്, കോടികളല്ലേ. ഞാനത് കൂട്ടാനുള്ള ഓട്ടത്തിലാ രാമേട്ട. സാവിത്രി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്നെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്റെ നിസ്സഹായാവസ്ഥ നിന്നോട് പറഞ്ഞല്ലേ പറ്റൂ. എന്തേലും രാമേട്ടൻ വിഷമിക്കാതിരിക്കും. എന്റെ വീട്ടുകാരും എന്നെ കൈയൊഴിഞ്ഞു. എന്നാലും ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപ്പാക്കി ഞാൻ രാമേട്ടന് പണം അയക്കാം. ഇന്ദ്രയോട് ഞാൻ ഈ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഗതികേടുകൊണ്ട് പറഞ്ഞു പോയതാ. അവള് പണം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് കുറച്ച് സാവകാശം വേണമെന്നാ പറഞ്ഞ. അവളെ ഒന്നും വിശ്വസിക്കരുത് രാമേട്ട. അവള് പ്രതീക്ഷ നൽകിയിട്ട് ചതിക്കും. തന്നെയല്ല, അവളുടെ സ്വന്തം ആങ്ങളെയാണെങ്കിലും രാമേട്ടനോട് അവൾക്ക് വലിയ സ്നേഹമൊന്നുമില്ല. നിവൃത്തിയേട് വരുമ്പോ ആരോട് ചോദിച്ചു പോയില്ല സാവിത്രി. അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചു. പക്ഷേ അവൾ എനിക്ക് പണം തരാവുന്ന രീതിയിൽ തന്നെയാ സംസാരിച്ചത്. അവൾ ആരാണെന്നും അവളുടെ സ്വഭാവം എന്താണെന്നും എന്നേക്കാൾ നന്നായിട്ട് രാമേട്ടൻ അറിയില്ലേ. രാമേട്ടനെ സ്വന്തം പെങ്ങളല്ലേ അവള്. ദൈവത്തെ ഓർത്ത് അവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഇല്ല സാവിത്രി, കര കാണാ കടലിൽ മുങ്ങിത്താഴുന്ന നേരത്ത് ഒരു വക്കോൽ തുരുമ്പ് കണ്ടാലും ആശ്വാസം. അത്രേ ഉള്ളൂ സാവിത്രി. ഞാൻ ഈ മുറിക്കകത്തിരിക്കുന്നതും പോലീസിന്റെ നിരീക്ഷണത്തിലാ. സമയം കഴിഞ്ഞ് അവരെന്നെ പിടിച്ചോണ്ട് പോകും. വധശിക്ഷ തന്നെയാ ഇവിടെ ഏറ്റവും കുറഞ്ഞത്. അയ്യോ രാമേട്ട, എന്നെ കൂടെ ആദ്യം കേട്ടത് രാമേട്ട.
രാമേട്ടനില്ലാത്തൊരു ലോകം എനിക്കുണ്ടോ? ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ല. ഇതിപ്പോ രാമേട്ടൻ അവിടെ, ഞാനിവിടെ. നീയുമായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ മാത്രമായിരിക്കും ഒരു ആശ്വാസം. ദുബൈയിലാണെങ്കിൽ ഇപ്പൊ ചൂടുകാല, പുറത്താണെങ്കിൽ തീ വെയില്, എന്റെ ഉള്ളിൽ തീക്കടല്. രാമേട്ടൻ പേടിക്കാതിരിക്കെ. ഞാൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ എന്റെ രാമേട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും. രാമേട്ടൻ സമാധാനമായിട്ട് ഫോൺ വെക്കേ, ഞാൻ പിന്നെ വിളിക്കാം. ചായ എല്ലാം കഴിഞ്ഞിട്ട് നീ ഇതിനകത്ത് ചായക്കട തുടങ്ങിയോ? ചായ ഇവിടുത്തെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കിയതാ. ഓ, അപ്പൊ കിച്ചണിലും കയറി നിരങ്ങാൻ തുടങ്ങിയോ? എന്ത് വിഷാടി ഇതിനകത്ത് കലക്കിയിരിക്കുന്നേ? അയ്യോ, ഞാൻ ഇതിനകത്തൊന്നും കലക്കിയിട്ടില്ല അമ്മായി. നീ ആ കിളിപോയി നടക്കുന്ന താരക പണിക്കരെ പോയി അമ്മാവെന്ന് വിളിച്ചാ മതി, എന്നെ അങ്ങനെ വിളിക്കണ്ട. ചായ ചായ നീ ഇതെടുത്തോണ്ടേ ചെമ്പകമംഗലം വീടിന് 3-4 വട്ടം വലം വെക്ക്. എന്നിട്ട് ചായ എടുത്ത് നിന്റെ തലയിലോട്ട് ഒഴിക്കും. മാറണം, പെടുമാറണം. പോ മുമ്പിന്ന് വന്നിരിക്കുന്നു ചായ ആയിട്ട്. ദൈവമേ, ഞാൻ രാമേട്ടനോട് സംസാരിച്ചത് ഇവള് കേട്ട് കാണുമോ? ഈശ്വരാ. എത്രയും വേഗം ലക്ഷ്യം നടപ്പാക്കി ഇവിടുന്ന് സ്ഥലം വിടണം. ഈ അഭ്യാസവും തരികടയും അധികകാലം ഇവിടെ വിലപ്പോവില്ല. പേടിപ്പിച്ച് കളയും നാശം. നെഞ്ചിനകത്തൊരു തീയാണിപ്പ്. വൈശാഖ, അവ വാള് വെച്ച് കിടന്നുകൊണ്ട് വാളിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ എന്താ മറുപടി പറയാ? ഹലോ, നീ അവിടെ എന്തെടുക്കുവാ മൈഥിലി? ഞാനിവിടെ വെറുതെ ഇരിക്കുക വൈശാഖ. വെറുതെ ഇരുന്ന് സമയം കളയാനാണോ നിന്റെ പ്ലാൻ? എന്താ നീയൊന്നും മിണ്ടാത്തത്? ആ വാളിന്റെ കാര്യം എന്തായി? താക്കോൽ ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. അത് കിട്ടാതെ ഞാൻ എങ്ങനെ വാള് കണ്ടെത്താനാ? അത് കണ്ടെത്തണം. കുറെ നാളായില്ലേ താക്കോല് കണ്ടെത്താൻ നീ ശ്രമിക്കുന്നു. ഇതുവരെ അത് കയ്യിൽ കിട്ടിയില്ലേ? ആ മീനാക്ഷി അവിടെ ഉണ്ടോ? ഇല്ല, അവളും കാർത്തിയും നന്ദിനിയും കൂടി പുറത്തു പോയിരിക്കും. വെരി ഗുഡ്. ഇത് തന്നെയാ പറ്റിയ അവസരം. വാളിരിക്കുന്ന അറയുടെ താക്കോൽ കാർത്തിയുടെയും മീനാക്ഷിയുടെയും മുറിയിൽ തന്നെ ഉണ്ടാവും. നീ സമയം കളയണ്ട, വേഗം താക്കോല് കണ്ടെത്താൻ നോക്ക്. ആ മുറി പൂട്ടിയിട്ടിരിക്കുക വൈശാഖെ. ഞാൻ എങ്ങനെയെങ്കിലും തട്ടി തുറന്ന് അകത്ത് കയറിയാ ആരെങ്കിലും കണ്ടു വന്നാലോ? കണ്ടു വന്നാൽ എന്തെങ്കിലും അഭ്യാസം ഇറക്കണം. നീ റൂമിൽ കയറാൻ നോക്ക്. ഒരു തവണ അവരെന്നെ മുറിയിൽ നിന്ന് അടിച്ചു പുറത്താക്കിയതാ. ഇനിയത് ആവർത്തിച്ച ഒരിക്കലും ഇതിനകത്ത് കയറി പറ്റാൻ സാധിക്കത്തില്ല. നീ മുട്ടാപ്പോക്ക് പറയാതെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി ആ വാളെടുക്ക് മൈഥിലി. ദേ, എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. എന്റെ സമനില തെറ്റിയാ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. പറഞ്ഞേക്കാം ഞാൻ. എന്താ ഇപ്പൊ ചെയ്യാ? കുറച്ചു നേരത്തേക്കൊരു സ്വീപ്പർ ആയാൽ. ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം വേഷം കിട്ടണം. സ്വീപ്പർ എങ്കിൽ സ്വീപ്പർ. എന്താണിത്? മാനസാന്തരം. പിന്നെ മണ്ണാങ്കട്ട. കലികാലത്ത് ഇങ്ങനെ ചില അപൂർവ അവതാരങ്ങൾ ഉടലെടുക്കും. ഇപ്പോ തൂപ്പുകാരുടെ വേഷത്തിൽ. എന്താ കൈമളേട്ടാ ഇത്? ഒരാളെ നന്നാകാനും സമ്മതിക്കില്ലേ? ചെന്നായ എത്ര നന്നായാലും തിന്തുകൊണ്ട് കൊല്ലുന്നതാണല്ലോ അതിന്റെ ശീലം. കുറെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ ഏതൊരാളും ശരിക്കും പഠിക്കില്ലേ കൈമളേട്ടാ? ഇവളുടെ ഒരടവും ഇവിടെ വിലപ്പോവില്ലെന്ന് ഇവക്ക് തന്നെ മനസ്സിലായി. എത്രയൊക്കെ ആയാലും ഇവളൊരു പെൺകുട്ടിയല്ലേ? കിടക്കാനൊരിടവും കഴിക്കാൻ ആഹാരവും വേണ്ടേ? ആരും ഉപദ്രവിക്കാത്ത ഒരു സ്ഥലവും കിട്ടണം.
ഇതെല്ലാം തൽക്കാലം ഇവിടെ കിട്ടും. എന്നാ പിന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞേക്കാമെന്ന് ഇവളും കരുതി.